നമുക്കിന്ന് OBG എന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ് അതിന്റെ മൂന്നാമത്തെ പാർട്ടിലോട്ട് പോകാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ എന്ന് വെച്ചാൽ DH, HAD, MOH, പ്രോമെട്രിക്, എയിംസ്, DHS പോലുള്ള ഗവൺമെന്റ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ്, റാഷണൽ ഉൾപ്പെടെ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് മെമ്പേഴ്സ് ഉള്ളി, അത് സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ജോയിൻ ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ക്രാഷ് കോഴ്സ് DH, HAD, MOH, പ്രോമെട്രിക് എംഗ്ലെക്സാറിന് വേണ്ടിയിട്ടുള്ള പുതിയ ക്രാഷ് കോഴ്സ് ഈ വരുന്ന 18-ാം തീയതി April 18th സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിന് അഡ്മിഷൻ എടുക്കാനും കൂടുതൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാനും വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ടെർമിനോളജീസ് നോക്കാം. മോൾഡിംഗ്, കാപ്യൂട്ട് സെക്സിഡിനം, സെഫാലോഹെമറ്റോമ. ആദ്യത്തത് മോൾഡിംഗ്. മോൾഡിംഗ് എന്ന് പറഞ്ഞാല് ലേബർ സമയത്ത് റെസിസ്റ്റന്റ് ബർത്ത് കനാലിലൂടെ കുഞ്ഞിന്റെ ഫോർകമ്മിങ് ഹെഡ് വരുമ്പോൾ അതിന്റെ ഷേപ്പിൽ ഉണ്ടാകുന്ന ആൾട്ടറേഷൻ പറയുന്ന പേരാണ് മോൾഡിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് കുഞ്ഞിന്റെ സ്കള്ളിന് ഷേപ്പിൽ ചേഞ്ചസ് വരുത്തും. നമ്മളതിന്റെ ഒരു മെക്കാനിസം, അതിന്റെ ലോജിക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ലേബർ സമയത്ത് നമുക്കറിയാം അതിന്റെ ആന്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്റർ, എൻഗേജിംഗ് ഡയമീറ്റേഴ്സ്, ആന്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്ററും ഉണ്ട്, ബൈപ്പറേറ്റൽ ഡയമീറ്ററും ഉണ്ട്, സൈഡ് ടു സൈഡും ഉണ്ട്, മുന്നിൽ നിന്ന് ബാക്കിലോട്ടുള്ള ആന്റീരിയോ പോസ്റ്റീരിയർ ഡയമീറ്ററും ഉണ്ട്. അപ്പൊ ഈ എൻഗേജിംഗ് ഡയമീറ്റേഴ്സിന് കംപ്രഷൻ ഉണ്ടാവും. ഓക്കെ, മാക്സിമം ചെറുതാക്കി കിട്ടും. ആ ചെറുതാക്കി കിട്ടണം, നമുക്കറിയാം ഒരു വളയത്തിൽ കൂടെ അല്ലെ, പെൽവിസിലൂടെ കടന്നിട്ട് വേണം കുഞ്ഞിന്റെ ഹെഡ് കടന്നു വരാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഡയമീറ്റേഴ്സിന് ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെന്റ് ഏറ്റവും ചെറുതാക്കി കിട്ടിയാൽ എളുപ്പത്തിൽ ഈസി ആയിട്ട് കടന്നു വരാം. അപ്പൊ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിനാണ് നമ്മൾ ആ സ്കൾ ബോൺസിന് ഉണ്ടാകുന്ന അഡ്ജസ്റ്റ്മെന്റിനാണ് മോൾഡിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ട ചില ലോജിക്കുകൾ അല്ലെങ്കിൽ ചില പോയിന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം ഇതിനു വേണ്ടിയിട്ട് കുഞ്ഞിന്റെ ഹെഡ് അല്ലെങ്കിൽ സ്കൾ ബോൺസ് ആ ഒരു രീതിയിലാണ്, ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. സ്കൾ ബോണുകൾക്കിടയ്ക്ക്, പറൈറ്റൽ ബോൺസിനിടയ്ക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രോണ്ടൽ ബോൺ, ഇതിനിടയ്ക്കെല്ലാം ഈ ബോണുകൾ ഫ്യൂസ്ഡ് ആയിട്ടില്ല അല്ലെ, ബർത്തിന് മുമ്പ് ഇതൊന്നും ഫ്യൂസ്ഡ് ആയിട്ടില്ല. ഇതിനിടയ്ക്ക് സ്യൂച്ചർ ലൈനുകളുണ്ട്. നമ്മൾ സ്യൂച്ചർ ലൈൻസ് എന്ന് പറഞ്ഞാൽ മെംബ്രെയിനുകളാണ്. അപ്പം ബർത്തിന് ശേഷം ഇതെല്ലാം ഫ്യൂസ്ഡ് ആവും, അത് വേറൊരു കാര്യം. അപ്പൊ ഇതിനിടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് പോലെ ഫ്യൂസ്ഡ് ആകാതിരിക്കുന്നത് ഈ മോൾഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായമാണ്. പ്രത്യേകിച്ച് പറൈറ്റൽ ബോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ, പറൈറ്റൽ ബോണിനിടയ്ക്കാണ് നമുക്കറിയാം സജേറ്റൽ സ്യൂച്ചർ എന്ന് പറഞ്ഞ ലൈൻ വരുന്നത്. അപ്പം ഈ ഒരു എക്സാമ്പിൾ പറയാണ്, മെയിൻ ആയിട്ട് നടക്കുന്ന ഒരു പ്രധാന മെക്കാനിസമാണ് മോൾഡിങ്ങിൽ പറൈറ്റൽ ബോൺ എന്ന് വെച്ചാൽ ഈ രണ്ട് പറൈറ്റൽ ബോണുകൾ മറ്റൊന്നിന് മുകളിലോട്ട്, ഒരു പറൈറ്റൽ ബോൺ മറ്റൊരു ബോണിന് മുകളിലോട്ട് ഗ്ലൈഡ് ഓവർ ചെയ്യും. ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താന്ന് പറഞ്ഞാല് ഡയമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് മാക്സിമം കുറഞ്ഞു കിട്ടും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഡയമീറ്റർ അഡ്ജസ്റ്റ്മെന്റ്, ആ ഒരു കംപ്രഷൻ, ആ ഷേപ്പിൽ ഉണ്ടാകുന്ന ആൾട്ടറേഷൻ മാക്സിമം ചെറുതായി കിട്ടുമ്പോൾ ഈസി ആയിട്ട് ഡെലിവറി നടക്കും അല്ലെങ്കിൽ ബർത്ത് നടന്നു വരും. അപ്പൊ അതിനെയാണ് മോൾഡിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബർത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലേബറിന് വേണ്ടിയിട്ട് സ്കൾ ബോണുകൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഫോർകമ്മിങ് ഹെഡിന് ഉണ്ടാകുന്ന ഷേപ്പിനുണ്ടാകുന്ന ആൾട്ടറേഷൻ. അപ്പൊ ഞാൻ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ആന്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്ററും സൈഡ് ടു സൈഡ് എന്ന് വെച്ചാൽ ബൈപ്പറേറ്റൽ ഡയമീറ്ററിലും ബൈപ്പറേറ്റൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. അപ്പൊ ഈ ഡയമീറ്റേഴ്സിലും എന്തുണ്ടാകുന്നുണ്ട്? ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായിട്ട് അതിന് സഹായിക്കുന്ന ഞാൻ ഈ പറഞ്ഞ ബോണാണ് പറൈറ്റൽ ബോൺ. രണ്ട് പറൈറ്റൽ ബോണുകൾ തമ്മിൽ ഒന്നിന് മുകളിലോട്ട് ഗ്ലൈഡ് ഓവർ ചെയ്ത് ഷേപ്പിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ലേബർ നടക്കുന്നത്. ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന്, ആ ഷേപ്പിൽ ഉണ്ടാകുന്ന ആൾട്ടറേഷൻ പറയുന്ന പേരാണ് മോൾഡിംഗ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എങ്ങനെയാണ് പറയുന്നത്, ഒരു 4 മില്ലിമീറ്റർ വരെയുള്ള നോർമൽ ലേബറിൽ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു മോൾഡിംഗ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ മോൾഡിംഗ് അല്ലെങ്കിൽ ഈ ഷേപ്പ് അഡ്ജസ്റ്റ്മെന്റ്, സ്കള്ളിനുണ്ടാകുന്ന ഷേപ്പ് അഡ്ജസ്റ്റ്മെന്റ് സാധാരണഗതിയിൽ ലേബറിന് ശേഷം അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അതങ്ങ് ഡിസപ്പിയർ ആയി പോവുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് ഇതിന്റെ പൊസിഷൻ, മോൾഡിങ്ങിലൂടെ ഒക്കെ നമുക്ക് കുഞ്ഞു കിടന്ന പൊസിഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ അതിനെയാണ് മോൾഡിംഗ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ലേബർ സമയത്ത് റെസിസ്റ്റന്റ് ബർത്ത് കനാലിലൂടെ കുഞ്ഞിന്റെ ഫോർകമ്മിങ് ഹെഡ് വരുമ്പോൾ അതിന്റെ ഷേപ്പിലുണ്ടാകുന്ന ആൾട്ടറേഷൻ ലേബറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെൽവിസിലൂടെ കടന്നു വരാൻ വേണ്ടിയിട്ട് അതിന്റെ സർക്കംഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഷേപ്പിൽ ഉണ്ടാകുന്ന ആൾട്ടറേഷന് പറയുന്ന പേരാണ് മോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കാപ്യൂട്ട് സെക്സിഡിനം. കാപ്യൂട്ട് സെക്സിഡിനവും സെഫാലോഹെമറ്റോമയും
സാമ്യതയുണ്ട്, പക്ഷെ വ്യത്യാസമുണ്ട്. കാപ്യൂട്സ് എക്സിഡനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ബർത്ത് സമയത്ത് ഉണ്ടാകുന്ന സ്കള്ളിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ് സ്വെല്ലിംഗ് എന്ന് പറയാം. സ്വെല്ലിംഗ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് സ്റ്റാഗ്നേറ്റ് ചെയ്യും അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടും. എവിടെ? സ്കാൽപ്പിൽ. ഓക്കെ, സ്കാൽപ്പിന്റെ ലെയേഴ്സിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, കാപ്യൂട്സ് എക്സിഡനോ എന്ന് പറയുന്നത്. അതിനൊരു വാക്ക് ഉപയോഗിക്കും, ഗ്രിഡിൽ ഓഫ് കോണ്ടാക്ടിന് താഴെ, ബിനീത്ത് ഗ്രിഡിൽ ഓഫ് കോണ്ടാക്ട് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സ്വെല്ലിങ്ങിന് പറയുന്ന പേരാണ് കാപ്യൂട്സ് എക്സിഡൻ. ബേസിക്കലി മനസ്സിലാക്കുക, കാപ്യൂട്സ് എക്സിഡൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വെല്ലിംഗ് ആണ്. നേരെ മറിച്ച് സെഫാലോ ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ പേര് തന്നെയുണ്ട്. ഹെമറ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് കളക്ഷൻ ആണ്, ബ്ലഡ് കെട്ടിക്കിടക്കുന്നതാണ്, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബ്ലഡ് കെട്ടിക്കിടന്ന് ക്ലോട്ട് ഉണ്ടാകുന്നതിനാണെന്ന് പറയുന്നത് സെഫാലോ ഹെമറ്റോമ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമേ കാപ്യൂട്സ് എക്സിഡൻ എന്താണെന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. കാപ്യൂട്സ് എക്സിഡൻ എന്ന് ഞാൻ പറഞ്ഞ പോലെ ഗ്രിഡിൽ ഓഫ് കോണ്ടാക്ട് എന്ന് വെച്ചാൽ ലേബർ സമയത്ത് ഒരു കംപ്രഷൻ എഫക്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പെൽവിസ് ബോണിന്റെ ഒരു കംപ്രഷൻ എഫക്ട്, എസ്പെഷ്യലി സെർവിക്സിന്റെ ഡയലേഷൻ. അപ്പൊ ആ ഒരു കോണ്ടാക്റ്റിലോട്ട് വരുന്ന കുഞ്ഞിന്റെ എന്താ പറയുന്നത് സ്കാൽപ്പിന്റെ ഭാഗം അല്ലെ, അല്ലെങ്കിൽ ഹെഡിന്റെ ഭാഗം, ആ കോണ്ടാക്റ്റിൽ വരുമ്പം അതിനാണ് ഗ്രിഡിൽ ഓഫ് കോണ്ടാക്ട് എന്നത്. അവിടുന്ന് സ്വാഭാവികമായിട്ടൊരു പ്രഷർ വരും. ആ പ്രഷർ വരുന്ന ആ ലോക്കൽ ഭാഗത്ത് അല്ലെ, ആ ഭാഗത്ത് അവിടുത്തെ വെയിനുകളും പ്രത്യേകിച്ച് ലിംബ് വെസൽസും ഒക്കെ കംപ്രസ് ചെയ്യപ്പെടും. ഓക്കെ, കുറച്ചു നേരത്തേക്ക് ലിംബ് വെസൽസും എന്താ പറയുന്നത് വെയിനുകളും ഒക്കെ ഒന്ന് കംപ്രസ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ പ്രഷർ വരും അതിലോട്ട്. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്, ഡ്രെയിനേജ് ഉണ്ടാവത്തില്ല അല്ലെ. ലിംബും ബ്ലഡും ഡ്രെയിനേജ് ഇല്ലാതെ കുറച്ചു നേരത്തേക്ക് കെട്ടിക്കിടന്നിട്ട് അവിടെ നിന്ന് പ്ലാസ്മ ലീക്ക് ഔട്ട് ആയിട്ട് സ്കാൽപ്പിന്റെ ലെയേഴ്സിലോട്ട് ഇറങ്ങാം. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഗ്രിഡിൽ ഓഫ് കോണ്ടാക്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സെർവിക്സ് ഡയലേറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് വരുമ്പോൾ ഓൾവെൽ റിംഗ്, അതും നമുക്ക് പറയാൻ സാധിക്കും. അവിടോട്ട് വരുമ്പോൾ ഈ പ്രഷർ വരുന്ന സമയത്ത് കുഞ്ഞിന്റെ സ്കള്ളിന് ചുറ്റും അല്ലെങ്കിൽ സ്കാൽപ്പിന് ചുറ്റും ഈ പ്രഷർ വരുന്ന ഭാഗത്ത് ഈ ഒഴുകി പോകുന്ന അല്ലെ വീനസ് ഡ്രെയിനേജും ലിംഫാറ്റിക് ഡ്രെയിനേജും ബ്ലോക്ക് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഈ കംപ്രഷൻ കാരണം. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നത്, ലോക്കലി ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഈ കെട്ടിക്കിടക്കുന്ന ബ്ലഡിൽ നിന്നും ലിംബിൽ നിന്നും പുറത്തോട്ട് പ്ലാസ്മ അല്ലെങ്കിൽ എന്താ പറയുന്നത് സീറസ് ഫ്ലൂയിഡ് പുറത്തോട്ട് ചാടി സ്കാൽപ്പ് ലെയേഴ്സിൽ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന ലോക്കൽ സ്വെല്ലിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് നമ്മുടെ സ്യൂച്ചർ ലൈൻസ് ഉണ്ടല്ലോ, സ്യൂച്ചർ ലെയേഴ്സ് അല്ലെങ്കിൽ സ്യൂച്ചർ ലൈൻസ്, സജൈറ്റൽ സ്യൂച്ചർ ആയിക്കോട്ടെ, കൊറോണൽ സ്യൂച്ചർ ആയിക്കോട്ടെ, അങ്ങനെ സ്യൂച്ചർ ലൈൻസിൽ ലിമിറ്റ് ചെയ്യപ്പെടത്തില്ല. അതാണ് സെഫാലോ ഹെമറ്റോമയായിട്ടുള്ള ഒരു വ്യത്യാസം. ഇത് ഒരു ജനറലൈസ്ഡ് എന്താ പറയുന്നത് സ്വെല്ലിംഗ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം സ്യൂച്ചർ ലൈൻസിന് പുറത്തോട്ടും പോകാം. ഒരു സ്യൂച്ചർ ലൈൻസ് അല്ലെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ സജൈറ്റൽ സ്യൂച്ചറിനുള്ളിൽ തന്നെ കിടക്കണമെന്ന് എന്താ നിർബന്ധമില്ല, പുറത്തോട്ടും സ്വെല്ലിംഗ് എന്താ പറയുന്നത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ലിമിറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല എന്നാണ് പറയുന്നത് കാപ്യൂട്സ് എക്സിഡൻ. അപ്പൊ മനസ്സിലാക്കുക, ഇവിടെ ഈ വെയിനിലോട്ട് പ്രഷർ വന്നിട്ട് അല്ലെങ്കിൽ ലിംബ് വെസലിലോട്ട് പ്രഷർ വന്നിട്ട് അല്ലെ ഫ്ലൂയിഡ് പുറത്തോട്ട് എന്താ പറയുന്നത് പോയിട്ട് ഈ പറഞ്ഞ പോലെ സ്കാൽപ്പിന്റെ ലെയർസ് കെട്ടിക്കിടക്കുന്നതിനാണ് എന്താ പറയുന്നത് കാപ്യൂട്സ് എക്സിഡനോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്വെല്ലിംഗ്. ഓക്കെ, സ്വെല്ലിംഗ് ഉണ്ടാവും ഈ പറഞ്ഞ പോലെ സ്കാൽപ്പിന്റെ ലെയർസിൽ. അപ്പം അതാണ് എന്താ പറയുന്നത് കാപ്യൂട്സ് എക്സിഡൻ എന്ന് പറയുന്നത്. സാധാരണഗതി പറയുന്ന ഒരു 24 മണിക്കൂറിനുള്ളിൽ ഇത് ഡിസപ്പിയർ ചെയ്ത് പോകാമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് സെഫാലോ ഹെമറ്റോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ടുണ്ടാകുന്ന ബ്ലഡ് കളക്ഷനെയാണെന്ന് പറയുന്നത് സെഫാലോ ഹെമറ്റോമ എന്ന് പറയുന്നത്. പേര് തന്നെ ഉണ്ട്, സെഫാലോ, ഹെഡിൽ തന്നെ ഉണ്ടാകുന്ന ഹെമറ്റോമയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞിന്റെ സ്കൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ സ്കൾ ബോൺസ്, അതിന് ലെയറായിട്ട് വരുന്നതാണ് പെരിയോസ്റ്റിയം. ഈ പെരിയോസ്റ്റിയത്തിനും സ്കൾ ബോൺസിനും ഇടയ്ക്കുണ്ടാകുന്ന ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ്, പ്രധാനമായിട്ട് വെയിനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബ്ലഡ് വെസൽസ് പൊട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പം ചില ഫ്രാക്ചറുകൾ ഉണ്ടാകും. നമ്മുടെ ഫോർസെപ്സ് ഡെലിവറിയുടെ ഒക്കെ ഭാഗം, ഇതിന്റെ കാരണങ്ങളായിട്ട് പറയുന്നത് അതൊക്കെയാണ്. ഫോർസെപ്സ് ഡെലിവറിയുടെ ഒക്കെ ഭാഗമായിട്ട് ഈ ചെറിയ ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ട് ലോക്കലായിട്ട് ബ്ലഡ് കെട്ടിക്കിടക്കുന്നതിനാണ്, അക്യുമുലേറ്റ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് സെഫാലോ ഹെമറ്റോമ എന്ന് പറയുന്നത്. മാറിപ്പോയത് കാപ്യൂട്സ് എക്സിഡനത്തിൽ സ്വെല്ലിംഗ് ആണ് ഉണ്ടാകുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ സീറസ് ഫ്ലൂയിഡ് ആണ് കെട്ടിക്കിടക്കുന്നത്. ഓക്കെ, ഇവിടെ മറ്റൊരു വ്യത്യാസപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് സെഫാലോ ഹെമറ്റോമ ബർത്ത് സമയത്ത് എന്താ പറയുന്നത് അപ്പിയർ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, കുറച്ച് സമയം എടുക്കും. കാരണം അവിടെ ഈ ബ്ലഡ് വെസൽ പൊട്ടിയിട്ട് ബ്ലീഡിംഗ് ഉണ്ട്, സ്ലോ ബ്ലീഡിംഗ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. ബർത്ത് സമയത്ത് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പം തന്നെയല്ല, മറ്റൊരു പോയിന്റ് ഞാൻ മുമ്പേ പറഞ്ഞു തന്നെയാണ്, സ്യൂച്ചർ ലൈൻസിൽ ലിമിറ്റ് ചെയ്യണമെന്നില്ല. ഓക്കെ, സ്യൂച്ചർ ലൈൻസിൽ ഇവിടെ ലിമിറ്റ് ചെയ്യപ്പെടും എന്ത് സെഫാലോ ഹെമറ്റോമ. അത് കടന്നിട്ട് മറ്റൊരു സ്യൂച്ചർ ലൈനോട്ട് പോകാനുള്ള സാധ്യതയില്ല. നേരെ മറിച്ച് കാപ്യൂട്സ് എക്സിഡനും അങ്ങനെയല്ല പറയുന്നത്, സ്യൂച്ചർ ലൈൻസിൽ ലിമിറ്റ് ചെയ്യപ്പെടത്തില്ല. അത് ജനറൽ
ആയിട്ടുള്ള ഒരു സ്വെല്ലിംഗ് ആയിട്ട് കാണപ്പെടാൻ സാധിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ലോക്കൽ ആയിട്ടായിരിക്കും ഈ ബ്ലഡ് കളക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഏതെങ്കിലും ഫ്രാക്ചർ ആണ് പ്രധാനമായിട്ട് കാരണമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോർസെപ്സ് ഡെലിവറിയുടെ ഒക്കെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പോലെ പ്രഷർ വന്നിട്ട് പൊട്ടാം, ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് പൊട്ടാം. അത് ഈ പറഞ്ഞ പോലെ പെരിയോസ്റ്റിയസിന് ബോണിന് മുകളിലുള്ള മെംബ്രെയിനും സ്കള്ളിനും ഇടയ്ക്കായിട്ട് ചെറിയ ക്യാപ്പിലറീസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ട്, പ്രത്യേകിച്ച് വെയിൻ പൊട്ടിയിട്ട് ബ്ലഡ് കളക്ട് ചെയ്യപ്പെടുന്നു ലോക്കലായിട്ട്. അതിനാണ് എന്ത് പറയുന്നത്, സെഫാലോ ഹെമറ്റോമ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ അത് ചിലപ്പം ഒരു 10-12 തൊട്ട് 24 മണിക്കൂർ എടുക്കാം ഇത് ഡെവലപ്പ് ചെയ്യാനെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പ്ലാസന്റയുടെ കുറച്ച് അബ്നോർമാലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെർമിനോളജീസ് നോക്കാം. വെലമെന്റസ് പ്ലാസന്റ, ബാറ്റിൽഡോർ പ്ലാസന്റ, സെക്സെഞ്ചുറിയേറ്റ് പ്ലാസന്റ, വാസ പ്രീവിയ പ്ലാസന്റ, സ്പൂറിയ. ഇതൊക്കെ എന്താ പറയുന്നത്, എക്സാംസിന്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ആവർത്തിച്ച് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തത് വെലമെന്റസ് പ്ലാസന്റ. മനസ്സിലാക്കുക, വെലമെന്റസ് പ്ലാസന്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അംബിലിക്കൽ കോഡ്, കുഞ്ഞിന്റെ അംബിലിക്കൽ കോഡ് പ്ലാസന്റയിലല്ലാതെ, സാധാരണയായിട്ട് നമുക്കറിയാം പ്ലാസന്റയുടെ ഏകദേശം നടുക്കായിട്ടാണ് അംബിലിക്കൽ കോഡ് കണക്ട് ആവുന്നത് അല്ലെ. അപ്പൊ ഈ പ്ലാസന്റയിലോട്ടല്ലാതെ ഫീറ്റൽ മെംബ്രെയിൻസിലോട്ട് എന്ന് വെച്ചാൽ അമ്നിയോണിലോട്ടും കൊറിയോണിലോട്ടും കണക്ട് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പടം നോക്കാം. അപ്പം കുഞ്ഞിന്റെ അംബിലിക്കൽ കോഡ് സാധാരണഗതിയിൽ നമുക്കറിയാം ഇത് കണക്ട് ആവേണ്ടത് എന്താ പറയണ്ടേ, പ്ലാസന്റയിലോട്ടാണ് അല്ലെ. അതുകൂടാതെ നമുക്കറിയാം ഫീറ്റൽ മെംബ്രെയിൻസ് എന്ന് പറയുന്നത് അമ്നിയോണും കൊറിയോണും ആണ് അല്ലെ, അമ്നിയോണും കൊറിയോണും ആണ്. ഈ അംബിലിക്കൽ കോഡ് മനസ്സിലാവുന്നില്ല, അംബിലിക്കൽ കോഡ് ഇങ്ങോട്ട് പ്ലാസന്റയിലോട്ട് കണക്ട് ആവാതെ നമ്മുടെ ഈ ഫീറ്റൽ മെംബ്രെയിൻസിലോട്ട്, ഫീറ്റൽ മെംബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമ്നിയോണും കൊറിയോണും ആണ്. ഈ അമ്നിയോണിലോട്ടും കൊറിയോണിലോട്ടും അല്ലെങ്കിൽ ഫീറ്റൽ മെംബ്രെയിൻസിലോട്ട് പോയി കണക്ട് ആവുന്നതിനാണ് എന്ത് പറയുന്നത്, വെലമെന്റസ് പ്ലാസന്റ എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, പ്ലാസന്റയുടെ ഒരു സ്ട്രക്ചർ എടുത്താൽ നമുക്കറിയാം പ്ലാസന്റ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അതിന്റെ ഒരു ബേസിക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഒരു പ്ലാസന്റ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കുറേയധികം ലോബുകളുണ്ട് അല്ലെങ്കിൽ കോട്ടിലിഡോൺസ് ഉണ്ട്. ഓരോ കോട്ടിലിഡോൺസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തിൽ 2 കമ്പാർട്ട്മെന്റുകളാണുള്ളത്. ഒരു വില്ലേ എന്ന് പറഞ്ഞൊരു കമ്പാർട്ട്മെന്റും, ഒരു വില്ലേ പിന്നെ മറ്റൊരു വില്ലേ വരും, അതിനിടയ്ക്കുള്ള ഒരു സ്പേസ് ഉണ്ട്, അതിന് പറയുന്ന പേര് ഇന്റർവില്ല സ്പേസ് എന്ന് പറയും. അപ്പോൾ ഒരു വില്ലേ, ഒരു ഇന്റർവില്ല സ്പേസ്, പിന്നെ ഒരു വില്ലേ, പിന്നെ ഒരു ഇന്റർവില്ല സ്പേസ്, അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് ആണ് വരുന്നത്. അങ്ങനെ ഒരു 2-3 എണ്ണം ചേരുമ്പോൾ നമുക്ക് അതിനെ ഒരു കോട്ടിലിഡോൺ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ലോബ് എന്ന് പറയാൻ സാധിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം, ഈ 2 കമ്പാർട്ട്മെന്റുകളിലാണ് ബ്ലഡ് കിടക്കുന്നത്, കുഞ്ഞിന്റെ ബ്ലഡും അമ്മയുടെ ബ്ലഡും. ഫീറ്റൽ ബ്ലഡ് കിടക്കുന്ന വില്ലയിലും ഇന്റർവില്ല സ്പേസിലും മെറ്റേണൽ ബ്ലഡ് എത്തും. മനസ്സിലാവുന്നുണ്ടോ? മെറ്റേണൽ ബ്ലഡ് എത്തുന്നത് സ്പൈറൽ ആർട്ടറി വഴി അല്ലെങ്കിൽ യൂട്രൈൻ ആർട്ടറി വഴി. അത് നമ്മൾ പ്രഗ്നൻസി സമയത്ത് സ്പൈറൽ ആർട്ടറീസ് എന്നാണ് പറയുന്നത്. ഏകദേശം 120ഓളം സ്പൈറൽ ആർട്ടറികൾ പ്ലാസന്റയിലോട്ട് കണക്ട് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ സ്പൈറൽ ആർട്ടറി വഴി മെറ്റേണൽ ബ്ലഡ് എവിടെ എത്തും എന്നാ പറഞ്ഞ ഇന്റർവില്ല സ്പേസിലെത്തും. അതിനടുത്തുള്ള വില്ലയിലോട്ട് എന്തെത്തും, അംബിലിക്കൽ കോഡ് കണക്ട് ചെയ്തുകൊണ്ട് കുഞ്ഞിന്റെ ബ്ലഡും ഉണ്ടാവും, ഫീറ്റൽ ബ്ലഡും ഉണ്ടാവും. അത് നമുക്കറിയാം, അംബിലിക്കൽ കോഡില് ഒരു അംബിലിക്കൽ വെയിനും അല്ലെ 2 അംബിലിക്കൽ ആർട്ടറിയാണ് ഉള്ളത്. ഈ അംബിലിക്കൽ വെയിനാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് കൊണ്ടുവന്നത്, കുഞ്ഞിലോട്ട് കൊണ്ടുവന്നത്. തിരിച്ച് ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് 2 അംബിലിക്കൽ ആർട്ടറി വഴിയാണ് എങ്ങോട്ട് എത്തുന്നത്, വില്ലയിലോട്ട് എത്തുന്നത്. ഈ വില്ലയിലുള്ള ബ്ലഡും ഇന്റർവില്ല സ്പേസിലുള്ള മെറ്റേണൽ ബ്ലഡും തമ്മിൽ ഒരു എന്താ പറയുക ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത് മിക്സ് ആകാനുള്ള സാഹചര്യമില്ല. കാരണം ഇതിന്റെ ഇടയ്ക്ക് പ്ലാസന്റൽ മെംബ്രെയിൻ ഉണ്ട്. ഈ പ്ലാസന്റൽ മെംബ്രെയിൻ പ്ലാസന്റൽ മെംബ്രെയിന്റെ സഹായത്തോടെയാണ് എന്ത് നടക്കുന്നത്, ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത് അല്ലെ. ഈ 2 ബ്ലഡുകൾ തമ്മിൽ എക്സ്ചേഞ്ച് നടക്കുന്നത് എന്ന് വെച്ചാൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള അമ്മയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ അമ്മയുടെ ബ്ലഡിൽ നിന്നുള്ള ഓക്സിജൻ, ന്യൂട്രിയൻസ് അല്ലെ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, മിനറൽസ് പോലുള്ള ന്യൂട്രിയൻസ് എങ്ങോട്ട് കിട്ടും, ഈ വില്ലയിലോട്ടുള്ള കുഞ്ഞിന്റെ ബ്ലഡിലോട്ട് കിട്ടും പ്ലാസന്റൽ മെംബ്രെയിൻ വഴി. തിരിച്ച് അങ്ങോട്ട് കുഞ്ഞിന്റെ ബ്ലഡിൽ നിന്ന് അംബിലിക്കൽ ആർട്ടറി വഴി എത്തിച്ച എന്താ പറയുക ഡിയോക്സിനേറ്റഡ് ബ്ലഡിൽ നിന്ന് വേസ്റ്റുകളും അടങ്ങിയ ബ്ലഡ്, അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും ബാക്കിയുള്ള വേസ്റ്റ് പ്രോഡക്ട്സിലേക്ക് യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ പോലുള്ള സബ്സ്റ്റൻസുകൾ മെറ്റേണൽ ബ്ലഡിലോട്ട് പോകും. ആ മെറ്റേണൽ ബ്ലഡ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇന്റർവില്ല സ്പേസിലെത്തിയ ബ്ലഡ് അവിടെ നിന്ന് യൂട്രൈൻ വെയിൻ വഴി അമ്മയുടെ ശരീരത്തിലോട്ട് തന്നെ ഡ്രെയിൻ ആവുകയും ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യം ഒരു പ്ലാസന്റയുടെ ഒരു ബേസിക് അനാട്ടമിയാണ്. 2 കമ്പാർട്ട്മെന്റുകളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് വില്ലയും 2 ഇന്റർവില്ല സ്പേസും. ഇതിന് 2 ടൈപ്പ് ബ്ലഡ് ആണ്. ഒന്നില് കുഞ്ഞിന്റെ ബ്ലഡും ഒന്ന് എന്താ പറയുന്നത് മെറ്റേണൽ ബ്ലഡുമാണ് നടക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇതിലൂടെ കിട്ടുന്ന ബ്ലഡ് അംബിലിക്കസ് വഴി കുഞ്ഞിലോട്ട് പോവാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന ഈ അംബിലിക്കസ് എങ്ങോട്ടാണ്, നമുക്ക് ഏകദേശം ഒരു ഡിസ്ക് ഷേപ്പിലുള്ള നമ്മുടെ പ്ലാസന്റയുടെ നടുക്കോട്ട് ഏകദേശം മിഡിൽ പാർട്ടിലോട്ടാണ് സാധാരണഗതിയിൽ കണക്ട് ആവുന്നത്, ഏകദേശം ഒരു മിഡിൽ പാർട്ടിലോട്ട്. ഇത് അവിടോട്ട് കണക്ട് ആകാതെ ഈ അംബിലിക്കസ്
ഫീറ്റൽ മെംബ്രൈൻസിലോട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോ? കാരണം അവിടെ ഈ പറഞ്ഞ പോലെ പ്ലാസന്റ ഇല്ല. പ്ലാസന്റ ആണ് ഇതിന്റെ ഇടയ്ക്ക് ഒരു മീഡിയേറ്റർ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ഇന്റർഫേസ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. അമ്മയുടെ ബ്ലഡും കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ബേസിക് ന്യൂട്രിയൻസും കാര്യങ്ങളും ഓക്സിജൻ കാര്യങ്ങളും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഈ പ്ലാസന്റ ആണ്. പ്ലാസന്റയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ. അപ്പം ഈ പ്ലാസന്റയിലോട്ട് അംബിലിക്കൽ കോഡ് പോകാതെ എങ്ങോട്ട് പോകും? ഫീറ്റൽ മെംബ്രൈൻസിലോട്ട് പോകുന്നതിനാണ് എന്ത് പറയുന്നത് നമ്മൾ വെലമെന്റസ് പ്ലാസന്റ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ കാര്യം. പ്ലാസന്റയിലോട്ട് കണക്ട് ആവേണ്ട അംബിലിക്കൽ കോഡ് ഫീറ്റൽ മെംബ്രെയിൻസിലോട്ട് കണക്ട് ആവുന്നതിനാണ് എന്ന് പറയുന്നത് വെലമെന്റസ് പ്ലാസന്റ എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ അവിടെ ഒന്ന് കണക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നിന്ന് മനസ്സിലാക്കുക, ഈ ഇവിടോട്ട് എത്തുന്ന ഈ അംബിലിക്കൽ കോഡ് കണക്ട് ആവും. അവിടെ നിന്ന് ഒരു ബ്ലഡ് വെസൽ എങ്ങോട്ട് കണക്ട് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്? ഈ പ്ലാസന്റയിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ പ്ലാസന്റ ആയിട്ട് ഇവിടോട്ട് എത്തുന്ന ഇവിടെ നിന്നുള്ള ബ്ലഡ് വെസൽ എങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? കാരണം ബേസിക് ന്യൂട്രിയൻസ് അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിൽ ഈ എന്താ പറയുക ഫീറ്റൽ മെംബ്രൈൻസിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത അംബിലിക്കൽ കോഡിൽ നിന്ന് ഇവിടെ നിന്നൊരു ബ്ലഡ് വെസൽ അല്ലെങ്കിൽ ബ്ലഡ് വെസലിന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങോട്ടുണ്ടാവും? നമ്മുടെ ഈ പ്ലാസന്റയിലോട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പൊ ഏകദേശം ലോവർ പാർട്ടിലോട്ടൊക്കെ ആണെങ്കിൽ ഇപ്പം എന്താ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫീറ്റൽ മെംബ്രൈൻസ് അംബിലിക്കൽ കോഡ് ഫീറ്റൽ മെംബ്രൈൻസിലോട്ട് കണക്ട് ആവുന്നു. അവിടുന്ന് ഒരു ബ്ലഡ് വെസല് പ്ലാസന്റയിലോട്ട് മനസ്സിലാവുന്നുണ്ടോ? പ്ലാസന്റയിലോട്ട് ഒരു ബ്ലഡ് വെസലിന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എന്നുവെച്ചാൽ അത് പ്യുവർലി ഫീറ്റൽ ബ്ലഡ് വെസൽ ആയിരിക്കും. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്റേണൽ ഓസ് അല്ലെങ്കിൽ സെർവിക്സിന്റെ ഇന്റേണൽ ഓസിന് മുകളിൽ കൂടെ നമ്മുടെ മനസ്സിലാവുന്നുണ്ടോ ഫീറ്റൽ മെംബ്രൈൻസിൽ നിന്ന് ഒരു ബ്ലഡ് വെസലിന്റെ കണക്ഷൻ പ്ലാസന്റയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനെ ഇടയ്ക്ക് പറഞ്ഞൊരു ടെർമിനോളജി വാസ പ്രീവിയ എന്ന് വിളിക്കും. ചുരുക്കി പറഞ്ഞ കൺഫ്യൂഷൻ ആകണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ അംബിലിക്കൽ കോഡ് ഫീറ്റൽ മെംബ്രൈൻസിലോട്ട് കണക്ട് ആവുന്നു. എന്നിട്ട് അംബിലിക്കൽ കോഡിൽ നിന്ന് ഫീറ്റൽ മെംബ്രൈൻസിലോട്ട് കണക്ട് ആയ അംബിലിക്കൽ കോഡിൽ നിന്ന് ഒരു ബ്ലഡ് വെസല് പ്രസന്റിംഗ് പാർട്ടിന് താഴെ അല്ലെ ഇന്റേണൽ ഓസിന് മുകളിൽ കൂടെ മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ബർത്ത് കനാലിന് മുകളിൽ കൂടെ പ്ലാസന്റയിലോട്ട് ഒരു ഡിസ്റ്റന്റ് കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് വാസ പ്രിവിയ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫീറ്റൽ മെംബ്രൈൻസ് ഒക്കെ റപ്ചർ ആകുമല്ലോ ലേബർ സമയത്ത്. ആ പൊട്ടുന്ന സമയത്ത് ഈ ബ്ലഡ് വെസൽസ് പൊട്ടിയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലീഡിംഗ് സംഭവിച്ചാൽ സാധാരണ പ്ലാസന്റ പ്രിവിയൽ ഒന്നും പറയുന്ന പോലെയല്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റേണൽ ബ്ലഡ് ആയിരിക്കും കൂടുതൽ നഷ്ടപ്പെടുന്നത്. കാരണം പ്ലാസന്റ റപ്ചർ ആവുന്നതുകൊണ്ട് ഇവിടെ പ്യുവർലി കുഞ്ഞിന്റെ ബ്ലഡ് വെസൽസ് പൊട്ടുന്നത് കൊണ്ട് കുഞ്ഞിന്റെ തന്നെ ബ്ലഡ് നഷ്ടപ്പെട്ടിട്ട് കുഞ്ഞിന് മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്, കൺഫ്യൂസ്ഡ് ആവേണ്ട. വെലമെന്റസ് പ്ലാസന്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അംബിലിക്കൽ കോഡ് പ്ലാസന്റയിലോട്ട് കണക്ട് ചെയ്യാതെ ഫീറ്റൽ മെംബ്രൈൻസിലോട്ട് കണക്ട് ചെയ്താൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് വെലമെന്റസ് പ്ലാസന്റ എന്ന് പറയുന്നത്. അവിടെ നിന്ന് തന്നെ മറ്റൊരു പോയിന്റോടെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഫീറ്റൽ മെംബ്രൈൻസിലോട്ട് കണക്ട് ചെയ്യുന്നതിന് ശേഷം അവിടെ നിന്ന് ബ്ലഡ് വെസൽ വഴി മറ്റൊരു ബ്ലഡ് വെസൽ വഴി എന്താ പറയുന്നത് പ്ലാസന്റയിലോട്ട് ഒരു കണക്ഷന് ശ്രമം ഉണ്ടാവും. അങ്ങനെ വരുന്ന കണക്ഷൻ അങ്ങനെ ഒരു ബ്ലഡ് വെസലുമായിട്ട് കണക്ട് ചെയ്യും. ഒരു ബ്ലഡ് വെസൽ പ്ലാസന്റയിലോട്ട് കണക്ട് ചെയ്യപ്പെടുമ്പോൾ അത് പ്രസന്റിംഗ് പാർട്ടിന് താഴെ കൂടെ ഇന്റേണൽ ഓസിന് അല്ലെങ്കിൽ സെർവിക്സിന് മുകളിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുന്നത് വാസ പ്രീവിയ എന്ന് പറയും. ഓക്കെ, ആ രണ്ട് കോൺസെപ്റ്റ് അവിടെ കണക്ട് ആയി. അടുത്തെന്ന് പറഞ്ഞാല് ബാറ്റിൽ ഡോർ പ്ലാസന്റ. ബാറ്റിൽ ഡോർ പ്ലാസന്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക സെയിം തന്നെ അനാട്ടമിയൊക്കെ ഇതിലൂടെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ അംബിലിക്കൽ കോഡ് സാധാരണഗതിയിൽ എവിടെ എന്ന് പറഞ്ഞാൽ പ്ലാസന്റയുടെ മിഡിൽ ഭാഗത്തായിട്ട് അല്ലെ നടുക്കായിട്ടാണ് കണക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ അങ്ങനെ നടുക്കോട്ട് പോകാതെ മിഡിലോട്ട് പോകാതെ മാർജിനിലോട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നതെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? കുഞ്ഞിന്റെ അംബിലിക്കൽ കോഡ് പ്ലാസന്റയുടെ മിഡിൽ അല്ലാതെ സൈഡിലോട്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് മാർജിനൽ ഏരിയയിലോട്ടാണ് ഇത് കണക്ട് ആവുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബാറ്റിൽ ഡോർ പ്ലാസന്റ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അംബിലിക്കസ് പ്ലാസന്റയുടെ അരികിലായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത് നമ്മള് ബാറ്റിൽ ഡോർ പ്ലാസന്റ. ഇത് രണ്ടുകൂടെ മാറിപ്പോകല്ല, ഇത് മാറിയും കയറി ചോദിക്കാറുണ്ട്. വെലമെന്റസ് പ്ലാസന്റയില് അംബിലിക്കൽ കോഡ് ഫീറ്റൽ മെംബ്രൈൻസിലോട്ട് കണക്ട് ചെയ്യപ്പെടുമ്പോൾ നേരെ മറിച്ച് ബാറ്റിൽ ഡോർ പ്ലാസന്റയിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് പ്ലാസന്റയുടെ അരികിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് മാർജിനലായിട്ടായിരിക്കും എന്ത് അംബിലിക്കൽ കോഡ് കണക്ട് ചെയ്യപ്പെടുന്നത്. അതിനാണ് എന്താ പറയുന്നത് ബാറ്റിൽ ഡോർ പ്ലാസന്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു കോൺസെപ്റ്റ് അല്ലെ അടുത്തൊരു ടെർമിനോളജി എന്ന് പറയുന്നത് സക്സെഞ്ചുറിയേറ്റ് പ്ലാസന്റ എന്ന് പറയും.
സക്സെഞ്ചുറിയേറ്റ് പ്ലാസന്റ എന്ന് പറയുമ്പോഴും ഞാൻ അത് ആദ്യം പറഞ്ഞ ഒരു അനാട്ടമി ഒന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു പ്ലാസന്റ എന്ന് പറയുമ്പം കുറെ അധികം ലോബുകൾ ചേർന്നിട്ടാണ്, അതിന്റെ യൂണിറ്റുകളാണ്. ആ ലോബുകൾക്കുള്ളിലാണ് ഞാൻ പറഞ്ഞ പോലെ വില്ലയും എന്താ പറയുന്നത് ഇന്റർവില്ല സ്പേസും എന്ന് വെച്ചാൽ അവിടെ അമ്മയുടെയും കുഞ്ഞിന്റെയും ബ്ലഡും ഡയറക്റ്റ് മിക്സിംഗ് ഉണ്ടാകുന്നില്ല, രണ്ടും രണ്ട് കമ്പാർട്ട്മെന്റിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 എന്താ പറയുന്നത് ഇതുപോലുള്ള വില്ലയും ഇന്റർവില്ല സ്പേസുകളും ഒക്കെ ചേരുമ്പോൾ അതിനെ നമുക്കൊരു ലോബെന്നോ അല്ലെങ്കിൽ കോട്ടിലിഡോൺസ് എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഈ പ്ലാസന്റെ ഒറ്റപ്പെട്ട് ഒരിടത്തിരിക്കുന്നു. ഓക്കെ, അത് ഓക്കെയാണ്. ഇതിലൂടെ ഇവിടെ അംബിലിക്കൽ കോഡുമായിട്ട് ഒരു ബന്ധമില്ല. ഓക്കെ, അത് നമ്മൾ വിട്ടേക്കാം. അംബിലിക്കൽ കോഡിന്റെ കഥ നോക്കണ്ട. നമ്മളുടെ സക്സെഞ്ചുറിയേറ്റ് പ്ലാസന്റയില് പ്ലാസന്റ ഒരിടത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നു. അതിന്റെ ചിലപ്പോൾ സാധാരണഗതിയിൽ ഒരു ലോബേ വരുള്ളൂ, ഒന്നോ ചിലപ്പോൾ അതിൽ കൂടുതലോ ലോബുകള് ആ മെയിൻ പ്ലാസന്റയിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ എന്താ പറയുന്നത് ഫീറ്റൽ മെംബ്രെയിൻസിൽ വന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് നമ്മള് സക്സെഞ്ചുറിയേറ്റ് പ്ലാസന്റ എന്ന് പറയുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, പ്ലാസന്റ കുറെ അധികം ലോബുകൾ ചേർന്നിട്ടാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അതിലെ 1-2 ലോബുകൾ, യൂഷ്വലി 1 വരാറുള്ളൂ. അങ്ങനെ ഒരു ലോബ് ആ മെയിൻ പ്ലാസന്റയിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ട് മാറി ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത് ഫീറ്റൽ മെംബ്രെയിൻസിലോട്ട് വന്നിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് നമ്മൾ സക്സെഞ്ചുറിയേറ്റ് പ്ലാസന്റ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ പ്ലാസന്റ സ്പൂറിയ എന്നുള്ള ഒരു ടെർമിനോളജി മനസ്സിലാക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലാസന്റയുടെ ഒരു ഭാഗം, ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ലോബ് അല്ലെങ്കിൽ ഒരു കോട്ടിലിഡോൺ അങ്ങനെ ഒറ്റപ്പെട്ട് മാറി ഇരുന്നിട്ട് അതും ഈ മെയിൻ പ്ലാസന്റയായിട്ട് ഒരു ബ്ലഡ് വെസലുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? സാധാരണഗതിയിൽ ഈ മെയിൻ പ്ലാസന്റയും ഈ മാറിയിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന ലോബുമായിട്ട് പ്ലാസന്റയുടെ തന്നെ ഒറ്റപ്പെട്ട മാറിയിരിക്കുന്ന ഒരു ലോബുമായിട്ട് സാധാരണഗതിയിൽ ഒരു ബ്ലഡ് വെസലുമായിട്ട് കണക്ഷൻ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു ബ്ലഡ് വെസലിന്റെ കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ, ഇങ്ങനെ ഒരു കണക്ഷൻ ഈ മെയിൻ പ്ലാസന്റയും ഈ മാറിയിരിക്കുന്ന ലോബുമായിട്ട് ഒരു ബ്ലഡ് വെസലിന്റെ കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്ലാസന്റ സ്പൂറിയ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഒബിജിയുടെ ടെർമിനോളജീസ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും ഉണ്ട് ഒരുപാട് ഇമ്പോർട്ടന്റ് ടെർമിനോളജീസ്. അത് നമുക്ക് മുന്നോട്ട് എന്താ പറയുക ജനറൽ ടോപ്പിക്സ് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ പാർട്സ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രണ്ട്സിലോട്ട് അത് ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ അത് ഇതിനു മുമ്പ് ചെയ്ത 2 പാർട്ടിന്റെ മറ്റേ ടെർമിനോളജീസിന്റെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ക്രാഷ് കോഴ്സ് 15 ദിവസത്തെ ക്രാഷ് കോഴ്സ് DHA ഹാദ് പ്രോമെട്രിക്ക് എങ്കിൽ എക്സാമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 18-ാം തീയതി എന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും എന്ന് വെച്ചാൽ ഡേറ്റ ഫ്ലോ, എക്സാം ഡേറ്റ് എടുക്കുന്ന പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടും ഈ പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിലോട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി.